1111 എന്നത് ആത്മീയ ഉണർവിൻ്റെ ഒരു കോഡായിട്ടാണ് കരുതപ്പെടുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. വിശ്വസിച്ചോളൂ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പ്രപഞ്ചശക്തി നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയമായ യാത്ര ശരിയായ വഴിയിലൂടെ തന്നെയാണ് എന്ന് പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുന്ന ഒരു സ്പിരിച്വൽ സൈനായിട്ട് 1111 എന്ന സംഖ്യയെ കരുതാം. സംഖ്യാശാസ്ത്രത്തിൽ ഏറ്റവും ശക്തിയേറിയ ഒരു നമ്പർ ആണ് 1111. ഒരു ഹൈ വൈബ്രേഷൻ ഉള്ള ഈ സംഖ്യയ്ക്ക് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റുവാൻ കഴിയും. ഈ സംഖ്യ കാണുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി ഒരു സന്ദേശം നൽകുന്നു എന്നാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും നന്ദി പറയുക. നിങ്ങൾ ശരിയായ വഴിയിലാണെന്ന് വിശ്വസിക്കുക. ഐക്യം അല്ലെങ്കിൽ ഒരുമയെ ഇത് സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ കണക്റ്റഡ് ആണ്. അദൃശ്യമായ എന്തോ ഒന്ന് എല്ലാ വസ്തുക്കളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ക്വാണ്ടം ഫിസിക്സും പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. വേണ്ടതെന്താണോ അതിൻ്റെ വൈബ്രേഷനോട് തുല്യമായ തരംഗങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ അത് നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ ഈ ഒരു സൃഷ്ടിയുടെ പാതയിലേക്ക് അടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് 1111 എന്ന സംഖ്യ നിരന്തരം കാണുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ ലക്ഷ്യം എന്താണോ അതുമായി നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും യോജിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചു കൊള്ളുക. ചില കാര്യങ്ങൾ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു തോന്നലായിട്ടായിരിക്കും നമ്മൾക്ക് അനുഭവപ്പെടുക. ആ തോന്നലുകൾ ശരിയാണെന്നും അവ ചെയ്യേണ്ടത് തന്നെയാണെന്നും യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു നമ്പർ നിങ്ങൾ ആവർത്തിച്ച് കാണുന്നത്. പ്രപഞ്ചം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളെ വെറും ഒരു നിമിത്തമായി മാത്രം കാണാതെ ഇരിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ പ്രപഞ്ചം നൽകുന്ന സന്ദേശമാണ്. വന്നു ചേരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുക. ഈ ഒരു സംഖ്യ ആവർത്തിച്ച് കാണുവാൻ തുടങ്ങിയ ശേഷം പലർക്കും അവരുടെ സോൾമേറ്റിനെ, ആത്മമിത്രത്തെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. ഇത് എനിക്കുള്ളതാണ് എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായാൽ യാതൊരു ശങ്കയും കൂടാതെ അതിനെ സ്വീകരിക്കുക. വേറൊരു ഉദാഹരണം പറയാം. ഒരു പുസ്തകത്തിൽ 111 എന്ന പേജ് നിങ്ങൾ യാദൃച്ഛികമായി തുറക്കുന്നു. ചിലപ്പോൾ ആ പേജിൽ നിങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലുള്ള വരികൾ കാണാം. അവ നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമുള്ള ഒരു ഉപദേശമായിരിക്കാം. ജീവിതത്തിൽ ഒരു ഉപദേശത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് 11 എന്ന സംഖ്യയുടെ പ്രത്യക്ഷപ്പെടൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ലതിനാണ്. അവ വെറും നിമിത്തമല്ല, മറിച്ച് പ്രപഞ്ചം തരുന്ന ഉപദേശമാണ് എന്നാണ്.